സ്വാഗതം. സായന്ന ടാരക്കട വയനിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് മൂണോളജി കാർഡ് താങ്കൾക്ക് നൽകുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. മൂണോളജി കാർഡ് ഒരിക്കലും ഒരു ദിവസ സന്ദേശമല്ല നൽകുക. പ്രധാനമായിട്ടും അതൊരു മൂൺ സൈക്കിൾ എന്ന് പറയുന്ന ഒരു 28 ദിവസത്തേക്കുള്ള സന്ദേശമാണ് നൽകുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും അടുത്ത 28 ദിവസത്തെ ഒരു മേജറായിട്ടുള്ള തീം എന്ന് പറയുന്നത്. എന്ത് കാര്യമാണ് നാം അടുത്ത 28 ദിവസം ശ്രദ്ധിക്കാനുള്ളത്, എന്ത് കാര്യമാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ളത്, ഈ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്ത 28 ദിവസം നമ്മുടെ തീം എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ എന്ന് പറയുന്നൊരു കാർഡാണ്. ബ്ലൂ മൂൺ എന്ന് പറയുന്ന കാർഡാണ്. ബ്ലൂ മൂൺ എന്ന് പറയുന്നത് വളരെ റയറായിട്ടുള്ളൊരു ഫിനോമെനനാണ്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിക്കൂ എന്നുള്ളതാണ്. ഈ തീമായിട്ട് വരുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ചില വെല്ലുവിളികൾ വരും. വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല എന്ന് തോന്നും, പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശക്തി പറയും നമുക്ക് എങ്ങനെയെങ്കിലും സാധിക്കും എന്നുള്ളത്. അതായത് മറ്റാരും സാധ്യത കാണാത്തൊരു സ്ഥലത്ത് നമ്മുടെ മനസ്സ് പറയും ഇത് നടക്കും എന്നുള്ളത്. പക്ഷേ നമ്മുടെ മുൻകാലങ്ങളിൽ ഇത് വെച്ചിട്ട് നമുക്ക് തോന്നും ഇത് സാധിക്കും എന്നുള്ളത്. ആ ഒരു ഭയത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത 28 ദിവസവും നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ഇതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇത് തീമാണ്. എന്താണ് ഗൈഡൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് എന്നുള്ളതാണ്. ആ കാർഡിനോട് ചേർന്ന് വായിക്കാവുന്നൊരു മെസ്സേജ് തന്നെയാണ്. ബി ബോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വളരെ ശക്തരായിരിക്കുക, അതോടൊപ്പം ആദ്യത്തെ മൂവ് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് എന്ത് കാര്യത്തിലും ആദ്യം ആക്ഷൻ എടുക്കുന്ന ആളാണ് വിജയിക്കുക, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അനാലിസിസ് പാരാലിസിസ്, ഓവർ തിങ്കിങ്, ഓവർ അനാലിസിസ് എന്താവും എന്നൊക്കെ ചിന്തിക്കാതെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കുക. ബാക്കി നമുക്ക് എന്താ പറയുക, നമുക്ക് ഓരോരോ സ്റ്റെപ്പ് കയറുമ്പോഴേ നമുക്ക് അടുത്തത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ സ്റ്റെപ്പും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പറയേണ്ടത് വളരെ ധൈര്യവാന്മാരായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്, നമുക്ക് വന്നിരിക്കുന്നത് ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ എന്ന് പറയുന്നൊരു കാർഡാണ്. ഫുൾ മൂൺ എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രനാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഇതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ തോന്നുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. അപ്പോൾ അത് റിലീസ് ചെയ്തുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കാര്യം നടന്നാൽ എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു ആംഗിൾ ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഇതാണ് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് മൂൺ താങ്കളെ അറിയിക്കുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ് ഡിയർ. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കൂ, ഈ ഒരു മാസം ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കൂ. ഞാനും അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്ക് യു. നമുക്ക് നാളെ രാവിലെ കാണാം.